യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു വിവേചനമാണ് ചെയ്യുന്നത്. ഇരട്ടിയോളം പണം. ഉദാഹരണമായി സൗദി എയർലൈൻസ് ഹാജിമാരെ കൊണ്ടുപോകുന്നതിന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് 86,000 രൂപയും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് 89,000 രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. അതേസമയത്ത് എയർ ഇന്ത്യ കാലിക്കറ്റിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് അവർ 1,65,000 രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. എന്നുള്ള ഇരട്ടിയോളം സംഖ്യ കൂടുതലാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇത് ഏറ്റവും വലിയൊരു പീഡനമാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അടിയന്തരമായി ഇതിന് പരിഹാരം കാണുക. ഒന്നുകിൽ നേരത്തെ ഇതേ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് തന്നെ വൈഡ് ബോഡി വിമാനങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ തന്നെ അതിൽ ഹജ്ജിന് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള വിമാനങ്ങൾ ഇവിടെ ഇറങ്ങുവാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും ഈ റേറ്റ് ഹാജിമാർക്ക് താങ്ങാനാവാത്തത് കൊണ്ട് അത്തരമൊരു സൗകര്യം ഏർപ്പെടുത്തുക. അതല്ലെങ്കിൽ ഹാജിമാർക്ക് ഓപ്ഷൻ കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട എംബാർക്കേഷൻ പോയിന്റിലേക്ക് അവർ മാറട്ടെ. എന്നാലും ഹാജിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് ഹാജിമാരിൽ പകുതിയിലധികവും കാലിക്കറ്റാണ് എംബാർക്കേഷൻ പോയിന്റായിട്ട് കേരളത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഹാജിമാരുടെ ഈ ബുദ്ധിമുട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് അവരെ മോചിപ്പിക്കണമെന്നാണ് ഒന്നാമതായി പറയാനുള്ള മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ 37 കിലോ മാത്രമാണ് കാലിക്കറ്റിൽ നിന്ന് ഇത്ര പണം കൊടുത്താലും കൊണ്ടുപോകാൻ കഴിയുന്നത്. അതേസമയത്ത് സൗദി എയർലൈൻസ് 53 കിലോ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു ലഗേജിൻ്റെ വിവേചനം ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം സംസം അടക്കമുള്ള കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിരുന്നത് ഹജ്ജ് കമ്മിറ്റിയാണ്. ഹജ്ജ് കമ്മിറ്റി എക്സ്റ്റേണൽ മിനിസ്ട്രിക്ക് കീഴിലായിരുന്നു, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അതേസമയത്ത് ഇപ്പോഴത് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സിൻ്റെ കീഴിലാണ്. മൈനോറിറ്റി അഫയേഴ്സിൻ്റെ കീഴിലേക്കാക്കി മാറ്റിയതിന് ശേഷം ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി മൈനോറിറ്റി വകുപ്പാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഹജ്ജ് കമ്മിറ്റി നോക്കുകുത്തിയാണ്. നമുക്ക് ഹജ്ജ് കമ്മിറ്റി ചെയർമാനുണ്ട്, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. ആ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരെന്ന പേരിൽ ചില ആളുകളുടെ പേരുകളൊക്കെ വന്നിരുന്നു. പക്ഷേ ആ ഹജ്ജ് കമ്മിറ്റി ചേർന്നിട്ട് എത്ര കാലമായി? സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി ചേരുന്നില്ല. ഞാൻ സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി മെമ്പറായിരുന്ന കാലത്ത് കൃത്യമായി ഓരോ കാര്യത്തിനും ഹജ്ജ് കമ്മിറ്റി ചേർന്നിരുന്നു. നേരത്തെയും ഇന്ത്യയുടെ പാരമ്പര്യം അതാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് കീഴിൽ കാര്യങ്ങളൊക്കെ വിശദമായി വിലയിരുത്തി വളരെ വ്യക്തമായി ഹാജിമാരുടെ ആവശ്യങ്ങൾ ഓരോ സംസ്ഥാനത്തു നിന്നും ഉന്നയിക്കപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോഴീ കാണുന്ന അപകടം. മാത്രമല്ല ഹജ്ജ് കമ്മിറ്റി കേന്ദ്രത്തിൽ കൃത്യമായി ചേർന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സൗദി അറേബ്യയിൽ പോയി ബിൽഡിംഗ് സെലക്ട് ചെയ്യണം. അതിൻ്റെ പഴയകാല പ്രൊസീജിയർ ബിൽഡിംഗ് സെലക്ഷൻ ടീം എന്ന് പറയുന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ടവരും അവിടെ പോയി ബിൽഡിംഗ് അളന്ന് തിട്ടപ്പെടുത്തും. ഹറം പെരിഫറിയിൽ നിന്ന് ഇത്ര ദൂരം എന്നൊരു കണക്കുണ്ട്. അങ്ങനെ ഓരോ ബിൽഡിങ്ങും അവർ കൃത്യമായി മാർക്ക് ചെയ്ത് അതിനുശേഷം അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി തയ്യാറാക്കുന്ന ബിൽഡിംഗ് സെലക്ഷൻ കമ്മിറ്റി BSc ഇവർ പോയിട്ട് അതിൽ 1, 2, 3 മെമ്പർമാരുണ്ടാവും. അവർ പോയി കൃത്യമായി പരിശോധിച്ച് ഈ ബിൽഡിംഗ് ഫിറ്റാണോ എന്ന് പരിശോധിച്ച് ഒപ്പിട്ട് കൊടുക്കുമ്പോഴാണ് ആ ബിൽഡിംഗ് ഹജ്ജ് കമ്മിറ്റിക്ക് വാടകയ്ക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അവിടെയുള്ള നമ്മുടെ ഹജ്ജ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഹജ്ജ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ആ പ്രൊസീജിയറൊന്നും നടന്നിട്ടില്ല. പല വിദേശ രാജ്യങ്ങളും സൗകര്യമുള്ള ബിൽഡിങ്ങുകളൊക്കെ എടുത്തതിന് ശേഷം ഇന്ത്യയിലെ ഹാജിമാർക്ക് അസൗകര്യമുള്ള ബിൽഡിങ്ങുകൾ മാത്രമേ ഇനി കിട്ടൂ, ദൂരെയുള്ള ബിൽഡിങ്ങുകൾ മാത്രമേ കിട്ടൂ. ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഹജ്ജ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കുന്നതിന് പകരം ഹജ്ജ് കമ്മിറ്റി കൃത്യമായി ചേരുകയും ഈ കാര്യത്തിൽ വളരെ വ്യവസ്ഥാപിതമായ പൂർവ്വകാല നടപടികൾ പുനഃസ്ഥാപിക്കുകയും വേണമെന്നാണ് ശക്തമായി നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. കേന്ദ്രത്തിൽ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം മിനിസ്റ്റർ പോലും ഇല്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഈ പ്രതിസന്ധി, കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ഈ സാമ്പത്തിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ രണ്ടാലൊരു നടപടി, ഒന്നുകിൽ വൈഡ് ബോഡി വിമാനം ഇവിടെ ഇറങ്ങുകയും സൗദി എയർലൈൻസിൻ്റെ വിമാനത്തിന് ഈ ഒരു റേറ്റിന് കൊണ്ടുപോകാൻ സൗകര്യം ഒരുക്കുകയും ചെയ്യുക. നേരത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അതല്ലെങ്കിൽ ഹാജിമാർക്ക് ഓപ്ഷനായി മറ്റൊരു സ്ഥലത്തേക്ക് മാറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അതും ഹാജിമാർക്ക് ബുദ്ധിമുട്ടാണ്. ഈ കാര്യം കാലിക്കറ്റ് എയർപോർട്ടിനെ ഇങ്ങനെ അവഗണിക്കുന്നത് ശക്തമായ പ്രതിഷേധം അതിൽ രേഖപ്പെടുത്തേണ്ടി വരും. ഹാജിമാരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സമീപനത്തിനെതിരെ ഹാജിമാർ തന്നെ ശക്തമായി പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചേർന്നിട്ട് എത്ര കാലമായി? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടുത്ത കാലത്തൊന്നും ഒരു 1-ലധികം വർഷമായെന്ന് എനിക്ക് തോന്നുന്നു ഹജ്ജ് കമ്മിറ്റി ചേർന്നൊരു വാർത്ത നമ്മൾ കണ്ടിട്ടില്ല. കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടില്ല. വളരെ കാലമായി. ഇപ്പോൾ ചേരേണ്ട സമയമാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യയിലെ ബിൽഡിംഗ് സെലക്ഷന് വേണ്ടി ഇപ്പോൾ ആളെ അയക്കാത്ത പക്ഷം ആ ബിൽഡിങ്ങുകളൊന്നും നല്ലത് നമുക്ക് കിട്ടാതെ വരും. കാരണം വിദേശ രാജ്യങ്ങളൊക്കെ നേരത്തെ അവരുടെ ഹാജിമാർക്ക് വേണ്ടി സൗകര്യപ്രദമായ ബിൽഡിങ്ങുകളൊക്കെ അവർ നേരത്തെ എടുക്കുകയും അവിടെ ഹാജിമാരെ ലൊക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവർ ഏർപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ചെല്ലുന്ന സമയത്ത് പഴയ ബിൽഡിങ്ങോ അതല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത ബിൽഡിങ്ങോ എല്ലാവരും നമ്മൾ സാധാരണ തിരഞ്ഞെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ബിൽഡിങ്ങേ നമുക്കവിടെ ഉണ്ടാവും. നേരത്തെ പ്രൊസീജിയറൊക്കെ ചെയ്യാൻ കഴിഞ്ഞവിടെ. അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കിട്ടണമെന്നില്ല. ഹറമിൻ്റെ തൊട്ടടുത്ത് ഏതായാലും ഇപ്പോൾ ബിൽഡിങ്ങുകൾ കുറവാണ്. ഇപ്പോൾ അസീസിയിലാണ് ബിൽഡിംഗ് ഉള്ളത്. അസീസിയിലാണെങ്കിലും ഈ ഹാജിമാർക്ക് പോകാനും വരാനും സൗകര്യമുള്ളൊരു സ്ഥലത്തുള്ള അത്യാവശ്യം അവർക്ക് താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളുള്ള ബിൽഡിങ്ങാണ് നമ്മൾ നോക്കിയെടുക്കേണ്ടത്. ഞങ്ങളൊക്കെ പോയിരുന്ന കാലത്ത് സൗകര്യമുള്ള ബിൽഡിങ്ങുകൾ നോക്കി നേരത്തെ സെലക്ട് ചെയ്യുമായിരുന്നു. അതിന് സാധിക്കും. അതിനെന്തിനാണ് ഇങ്ങനെ അമാന്തിക്കുന്നത്? ഈ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ന്യൂനപക്ഷ മന്ത്രാലയത്തിലേക്ക് മാറിയതോടുകൂടി പൂർണ്ണമായിട്ട് ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു സ്വാതന്ത്ര്യം പോയി എന്നുള്ളതാണ്. ഹജ്ജ് കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യം പോയി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൃത്യമായി യോഗം ചേരുന്നില്ല. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പോലും ആ വിഷയത്തിൽ കൃത്യമായി ഒന്നും പറയാനില്ല. ഇവിടെ
ഏത് മിനിസ്ട്രിയിലേക്ക് മാറി എന്നതിനേക്കാൾ ആ മിനിസ്ട്രിക്ക് കീഴിലുള്ള ഈ ഹജ്ജ് കമ്മിറ്റി സ്വാഭാവികമായും ജനപ്രതിനിധികളാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ. ആ ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് ഓരോ സംസ്ഥാനത്തെയും കാര്യങ്ങൾ അറിയുന്ന ആളുകൾ അത് കൃത്യമായി അവിടെ അവതരിപ്പിച്ച് അതിനുവേണ്ടി മാത്രമുള്ളൊരു കമ്മിറ്റിയാണ്. അതേസമയത്ത് ഒരു മിനിസ്ട്രി എന്ന് പറയുമ്പോൾ ഈ ഒരു വിഷയത്തിന് മാത്രമുള്ളതല്ല. മന്ത്രിക്ക് ഒരുപാട് തിരക്കുകളുണ്ടാവും. ഒരുപാട് തിരക്കിനിടയിൽ ഒരുപക്ഷെ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അതിനാണ് ഒരു ചെയർമാനും എക്സിക്യൂട്ടീവ് ഓഫീസറും ബോംബെയിൽ വലിയൊരു ഓഫീസും. പലപ്പോഴും ഡൽഹിയിലും ബോംബെയിലുമാണ് യോഗം ചേരാറുള്ളത്. ഈ യോഗം ചേർന്നുകൊണ്ട് മെമ്പർമാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനമാക്കി ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർ അവിടെ പോയി ബിൽഡിംഗ് സെലക്ട് ചെയ്യലാണ് അതിൻ്റെ രീതി. അതിനു മുമ്പ് ഉദ്യോഗസ്ഥർ പോയിട്ട് ബിൽഡിംഗ് അളന്ന് തിട്ടപ്പെടുത്തുന്ന രീതിയുണ്ട്. BST, BSc ഇങ്ങനെ രണ്ടെണ്ണമാണ് ഉണ്ടായിരുന്നത്. BST എന്ന ബിൽഡിംഗ് സെലക്ഷൻ ടീം, അത് ഉദ്യോഗസ്ഥരായിരിക്കും. ബിൽഡിംഗ് സെലക്ഷൻ കമ്മിറ്റി, അത് ഹജ്ജ് കമ്മിറ്റി പ്രതിനിധികളായിരിക്കും. ചുരുങ്ങിയത് 2 കമ്മിറ്റി മെമ്പർമാരെങ്കിലും പോവുകയും BST പരിശോധിച്ച ബിൽഡിങ്ങുകളുടെ ആ ലിസ്റ്റ് പരിശോധിച്ച് ആ ബിൽഡിങ്ങിൽ ചെന്ന് അതിൻ്റെ ഓരോ റൂമിലും കയറി പരിശോധിച്ച് ഇത് ഹാജിമാർക്ക് താമസിക്കാൻ ഫിറ്റാണോ, ലിഫ്റ്റ് വലുപ്പമുണ്ടോ, അതിന് നോംസ് ഉണ്ട്. ഇത്ര പേർക്ക് ബാത്റൂം, ഇത്ര പേർക്ക് കിച്ചൺ, ബിൽഡിങ്ങിൽ ലിഫ്റ്റിൻ്റെ വലിപ്പം, ബിൽഡിങ്ങിനനുസരിച്ചുള്ള ലിഫ്റ്റുകളുടെ എണ്ണം, ഇതൊക്കെ ഒരു നോംസ് അവർ തരും. അതനുസരിച്ചുണ്ടെങ്കിൽ മാത്രമേ ആ ബിൽഡിംഗ് അംഗീകരിച്ചു കൂടൂ. അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ചെയ്യണമെങ്കിൽ സമയമെടുക്കും. 15 ദിവസമാണ് ഒരു ബിൽഡിംഗ് സെലക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധി 1-2 പേര് അവിടെ താമസിച്ച് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത്. അവർ പോകുന്നതിന് ശേഷം വീണ്ടും ഒരു ടീമിനയക്കും. ഓരോ ടീം പരിശോധിച്ച് കൃത്യമായി ഹാജിമാർക്ക് വേണ്ടത്ര ബിൽഡിങ്ങുകൾ എടുക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊന്നും നടക്കുന്നില്ല. വൈകി നടക്കും, അവസാന നിമിഷം നടക്കും. അവസാന നിമിഷം നടന്നാൽ ഉണ്ടാകുന്നത് നല്ല ബിൽഡിങ്ങുകളൊക്കെ നഷ്ടപ്പെടും. അതാണ് അവിടെ നമ്മുടെ ഹജ്ജ് കൗൺസിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹജ്ജ് കമ്മിറ്റിയുടെ ഓഫീസ് അവിടെയുണ്ട്. അവരൊക്കെ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഈ ഹജ്ജ് കമ്മിറ്റി ചേർന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ വൈകിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ട് അതിനേക്കാൾ പ്രയാസമാണ്. സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി അങ്ങനെ പോയിട്ട് നേരിട്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു ഘടകം മാത്രമാണ്. അവർക്ക് എംബാർക്കേഷൻ പോയിന്റ്, അതുപോലെ തന്നെ ഹാജിമാരുടെ അപേക്ഷ സ്വീകരിക്കൽ, ഹജ്ജ് കമ്മിറ്റി കേന്ദ്രത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക. ഉദാഹരണമായി എംബാർക്കേഷൻ പോയിന്റിൽ പോലും പാസ്പോർട്ടും മറ്റും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവിടെ നിന്ന് ആൾ വരികയാണ് ചെയ്യുക. സെൻട്രൽ ഹജ്ജ് കമ്മിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് അയക്കുകയാണ് ചെയ്യുക. ശരിക്കും സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സപ്പോർട്ട് കമ്മിറ്റി മാത്രമാണ്. എംബാർക്കേഷൻ പോയിന്റ് മാറ്റിക്കൊടുക്കൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് നടക്കുമോ? അത് അപേക്ഷിച്ചാൽ കേന്ദ്രമാണ് ചെയ്യേണ്ടത്. എല്ലാ കാര്യത്തിലും നിയമപരമായ, നയപരമായ എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള അധികാരം മുഴുവൻ നിക്ഷിപ്തമായിരിക്കുന്നത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിലാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു കാര്യവും മുന്നോട്ട് വെക്കാൻ കഴിയില്ല. സംസ്ഥാന കമ്മിറ്റി വെറും സപ്പോർട്ട് കമ്മിറ്റി മാത്രമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നേരത്തെയുള്ള നിയമം അനുസരിച്ച് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർക്ക് ചില ആളുകളെ റെക്കമെൻഡ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഹജ്ജ് കമ്മിറ്റി മെമ്പറാകുന്ന സമയത്ത് നമുക്ക് ചില ആളുകളെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും അവരെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അതിൻ്റെ നോംസിലുള്ളതാണ്. അതേസമയത്ത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർക്ക് ആ അധികാരമില്ല, ചെയർമാന് പോലുമില്ല. അങ്ങനെയാണ് അതിൻ്റെ നിയമം. അപ്പോൾ പൂർണ്ണാധികാരം നിക്ഷിപ്തമായി നിൽക്കുന്നത് സെൻട്രൽ ഹജ്ജ് കമ്മിറ്റിയിലാണ്. അതേസമയത്ത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നുണ്ട്. എംബാർക്കേഷൻ പോയിന്റ്, അനുബന്ധ പ്രവർത്തനങ്ങൾ, ഹാജിമാർക്കുള്ള സൗകര്യങ്ങൾ, അപേക്ഷ സ്വീകരിക്കൽ, അത് വേണ്ടപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യൽ. പക്ഷേ അതിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം നറുക്കെടുപ്പ് പോലും നടത്തുന്നത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ്. സംസ്ഥാനത്തിൻ്റെ നറുക്കെടുപ്പ് പോലും അവരാണ് ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഇത്തരമൊക്കെ കട്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചേർന്ന് കാര്യങ്ങൾ നീക്കാത്ത പക്ഷം വെറും മിനിസ്ട്രിക്ക് കീഴിൽ മാത്രം ഈ കാര്യമാകുമ്പോൾ പരിമിതികളുണ്ടാവും. മിനിസ്റ്ററെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അക്കാര്യത്തിൽ ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർ അതിന് ശബ്ദമുയർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുവരെ ഒരു കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പറിന് ശബ്ദം ഉയർത്തിയതായി കേട്ടിട്ടില്ല. അത് അലംഭാവമാണ്. കേരളത്തിൻ്റെ ചെയർമാൻ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുണ്ട്. കേരള ഹജ്ജ് കമ്മിറ്റിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കും. അതെ, അദ്ദേഹം കേരളീയനാണ്. അദ്ദേഹം തീർച്ചയായും ഈ കാര്യത്തിൽ നമ്മുടെ ഈ വാർത്തയ്ക്ക് ഒരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. അതോടൊപ്പം ഈ അപേക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, നേരത്തെ 300 രൂപ ഓരോ അപേക്ഷകനും നൽകണമായിരുന്നു. ഈ 300 രൂപയിൽ 200 രൂപ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കും 100 രൂപ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്കുമാണ്. അവർ ചെയ്ത 2 പ്രവർത്തനം. ഒന്ന്, ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഈ അപേക്ഷാ ഫീസ് ഒഴിവാക്കി. അപേക്ഷാ ഫീസ് ഒഴിവാക്കിയതോടുകൂടി തന്നെ അവർ സെലക്ട് ചെയ്യപ്പെടുന്ന ആരെങ്കിലും ആണെങ്കിൽ, ഒരു ഹാജി സെലക്ട് ചെയ്യപ്പെട്ടാൽ അത് സെലക്ടൽ പിരിക്കും അയാളുടെ കയ്യിൽ നിന്ന് 1800 രൂപ അവർ വാങ്ങി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം അഡീഷണൽ ചാർജായി വാങ്ങി. ആ തുക മുഴുവൻ കേന്ദ്രത്തിന് കിട്ടി, സംസ്ഥാനത്തിന് അതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. 1000-ലധികം രൂപ സെലക്ട് ചെയ്യപ്പെട്ട ഒരാളിൽ നിന്നും സർവീസ് ചാർജ് എന്ന് പറഞ്ഞ് വാങ്ങുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂട്ടി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 1800-ഓളമാക്കി. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാക്കിയപ്പോൾ സംസ്ഥാനത്തിനൊന്നും അതിൽ നിന്ന് ലഭിക്കുന്നില്ല. സാധാരണ അവർ ചെയ്തിരുന്ന എംബാർക്കേഷൻ പോയിന്റിലേക്കുള്ള സൗകര്യം, അനുബന്ധ കാര്യങ്ങൾ അവരിപ്പോഴും ചെയ്യുന്നുണ്ട്. ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ഹജ്ജിൻ്റെ തുക കുറച്ചു എന്ന് പറയുകയും അതോടൊപ്പം 2100
സൗദി റിയാൽ ഇവർക്ക് അവിടെ മാറി കിട്ടുന്നതിന് വേണ്ടിയുള്ള തുക നേരത്തെ 45,000-ഓളം രൂപ ഗവൺമെൻറ് വാങ്ങിയിരുന്നു. അതിൻ്റെ തുക നമ്മൾ കണക്ക് പരിശോധിച്ച് 44,000-ലധികം രൂപ വാങ്ങിയിരുന്നു. അത് ഒഴിവാക്കി ഹാജി സ്വന്തമായി അവിടെ ചെന്ന് റിയാൽ മാറേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ പാവപ്പെട്ട ഹാജിമാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, വൃദ്ധർക്കൊക്കെ വലിയ പ്രയാസമായി. ആ പ്രയാസം അവരിപ്പോഴും സഹിക്കുകയാണ്. അപ്പോൾ ഈ 44,000 അഥവാ 2,100 സൗദി റിയാലിന് തുല്യമായ തുക ഈ ഹജ്ജ് കമ്മിറ്റി കടക്കുന്ന പണത്തിൽ കുറഞ്ഞപ്പോൾ ഹജ്ജ് കമ്മിറ്റിയുടെ പണം കുറച്ചു എന്നൊരു ഖ്യാതി അവർക്ക് കിട്ടി. 300 രൂപ കുറച്ചപ്പോൾ അങ്ങനെ ഒരു ഖ്യാതിയും കിട്ടി. പക്ഷേ ഈ 300 രൂപയ്ക്ക് പകരം അവർ സർവീസ് ചാർജ് വർദ്ധിപ്പിച്ചു. ഇവിടെ തിരിച്ച് ഇവർക്ക് കൊടുക്കേണ്ട സൗദി റിയാൽ കൊടുക്കുന്നുമില്ല. അതായത് ആദ്യം ഈ ഹജ്ജ് കമ്മിറ്റിയുടെ ഉദ്യോഗസ്ഥരായിരുന്നു ഇത് മാറിക്കൊടുത്തിരുന്നത്. അതിന് ഈ 45,000 രൂപയോളം, അതായത് 2,100 സൗദി റിയാലിന് തുല്യമായ ഇന്ത്യൻ രൂപ സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി വാങ്ങിയിട്ട് എംബാർക്കേഷൻ പോയിന്റിൽ വെച്ച് അവർക്ക് 2,100 സൗദി റിയാൽ തിരിച്ചു കൊടുക്കും. അവിടെ ഒരു ഗുണം, സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി ഇത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു നിശ്ചിത റേറ്റിനത് കിട്ടും. ഗവൺമെൻറ് ആകുമ്പോൾ നേരെ മറിച്ച് ഹാജിമാർ അവിടെ ചെല്ലുമ്പോൾ ചൂഷണം ചെയ്യപ്പെടും. പ്രൈവറ്റ് വ്യക്തികൾ, അതുപോലെ തന്നെ അവിടെ സൗദിയിൽ ചെന്ന് നമുക്ക് കാണാൻ കഴിയും, സൊറാഫ് എന്ന് പറയുന്ന സ്വകാര്യ ഏജൻസികൾ നടക്കുന്ന ചെറിയ മണി എക്സ്ചേഞ്ചുകളാണ്. ആ മണി എക്സ്ചേഞ്ചുകളിൽ പലപ്പോഴും റേറ്റ് വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ഇവിടുന്ന് കൊടുക്കുന്ന ആ റേറ്റിന് അവർക്ക് അവിടെ കിട്ടില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. 2, ഇതിൻ്റെ റേറ്റ് എത്രയാണ്, റിയാൽ എന്താണ്, ഒരു റിയാൽ ജീവിതത്തിൽ പോലും കാണാത്ത പാവപ്പെട്ട സ്ത്രീകൾ, ഭാഷ അറിയില്ല, അവിടെ അവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അവർക്ക് വലിയ സൗകര്യമായിരുന്നു 2,100 റിയാൽ എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത്. അത് നിർത്തിവെച്ചു. എന്തിന്? അത് നിർത്തിവെച്ചത് ഒന്നീ റിസ്ക് ഏറ്റെടുക്കാതിരിക്കാനും, 2 ഹജ്ജിൻ്റെ തുക കുറഞ്ഞു എന്ന് ഖ്യാതി വരുത്താനും. ഇത് ഹാജിമാരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായ സമീപനമായിട്ടാണ് ഞാൻ കാണുന്നത്.